സൈക്കോളജിക്കകത്തുള്ള സാമൂഹിക വികാസമാണ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പണ്ട് നിർത്തിയത് പിള്ളേരിൽ ഉണ്ടാക്കേണ്ട പ്രോബ്ലം സോൾവിങ് മെത്തേഡ് അല്ലെങ്കിൽ പ്രശ്നപരിഹരണം എങ്ങനെ കുട്ടികളിൽ പ്രാവർത്തികമാക്കാം, അല്ലെങ്കിൽ ആ ഒരു ശേഷി, പ്രശ്നപരിഹരണ ശേഷി കുട്ടികളിൽ എങ്ങനെ വളർത്താമെന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മുടെ സാമൂഹിക വികാസം അഥവാ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കണമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ഇതുവരെ കേട്ടതും വായിച്ചതും അറിഞ്ഞതും എല്ലാമായ കാര്യങ്ങൾ എല്ലാം പരിഗണിച്ചാണ് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചു നോക്കൂ, അല്ലേ? നമ്മളെല്ലാം അധ്യാപകരാകാൻ പോകുന്നവരാ. നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ? ശരിക്കും പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം വളരെ കുറവാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസത്തിന് പരമപരാതമായൊരു ലക്ഷ്യമുണ്ട്. കാരണം സമൂഹവുമായിട്ട് ഇടപെടാനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ജീവിക്കുവാനും ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കുവാനും അവനിലുള്ള കഴിവുകൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിനെ അവൻ്റെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ഉന്നയിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വരുവാനും ഒരു വ്യക്തിയെ ജീവിത മൂല്യത്തിന് അടിസ്ഥിതമായിട്ട് വളർത്താനും വേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും, അല്ലേ? പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാൽ ശരിയായിട്ട് ഒരു ഉത്തരം നമുക്ക് പറയാനായിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഉത്തരത്തിൽ ഒതുങ്ങുന്ന ഒരു സാധനമല്ല ഈ പറഞ്ഞ വിദ്യാഭ്യാസം. അതിൻ്റെ ലക്ഷ്യം എന്നാന്ന് പറയുന്നത് അതിവിടെ പറയുന്നുണ്ടോ? ഒരു ഉത്തരത്തിൽ ഒതുങ്ങുന്ന ചോദ്യമല്ല ഇതെന്ന് മനസ്സിലായല്ലോ. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്ന അനുസരിച്ച് മാറുന്ന ഉത്തരങ്ങൾ മനുഷ്യൻ്റെ സാംസ്കാരിക ധാർമ്മികമായ ചിന്തയും അടിസ്ഥാനമാക്കി ഈ വിവിധ ഉത്തരങ്ങൾ ഒരു വ്യക്തിയിലേക്ക് സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇവിടെ പറയുന്നത് നോക്കണം ഉണ്ടോ? സമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തമമായ ലക്ഷ്യം. ഉണ്ടോ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് സമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ? സമൂഹം ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹം പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ജീവിതം കൈവരിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനിയും എന്താണ് ഈ സമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ എന്ന പ്രയോഗത്തിൻ്റെ സംഗതി എന്താണ് നോക്കിയേ. ഓരോ വ്യക്തിയിലും അഭിലഷണീയമായ രീതിയിൽ സാമൂഹിക വികാസം നടക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്. നിരന്തരവും സ്വാഭാവികമായ പ്രക്രിയയിലൂടെയാണ് ഈ സാമൂഹിക വികസനം സാധ്യമാകുന്നത്. ആദ്യകാലത്ത് ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി ക്രമേണ സംഘം ചേർന്ന് കളിക്കാനും നേതൃത്വം ഏറ്റെടുക്കാനും മറ്റും തയ്യാറാകുന്നു. ഇങ്ങനെ സാമൂഹിക വികാസത്തിൻ്റെ നാഴികക്കല്ലുകൾ ഓരോന്നായി താണ്ടി പിന്നീട് കുട്ടി ഒരു സാമൂഹിക ജീവിയായി മാറുന്നു. കുടുംബം, വിദ്യാലയം, സമൂഹം, സമസംഘങ്ങൾ, വാർത്താമാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം കുട്ടിയുടെ സാമൂഹിക വികാസത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. സാമൂഹിക വികാസത്തിൽ സംഭവിക്കുന്ന തടസ്സങ്ങളും വഴിത്തിരിവുകളും വ്യക്തിത്വ വികാസത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. കണ്ടോ? എന്താണ് സമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ എന്ന് പറഞ്ഞതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ ഇന്ന് അങ്ങനെ ചോദ്യം വരത്തില്ല. എങ്കിൽ പോലും അധ്യാപകരാണ് നമ്മൾ ഓർത്തിരിക്കണം, കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഒറ്റയ്ക്കല്ല, സമൂഹത്തിനോട് ഇണ ചേർന്നുകൊണ്ടാണ്. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഒരു കളിപ്പാട്ടം ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അവനൊരു അനിയൻ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ അയലോക്കത്തുനിന്ന് 2 കളിക്കാട് വരുമ്പം എടാ നീ ഇത് കണ്ടോടാ, ഇതൊന്ന് ഓടിച്ച് നോക്കിക്കടാ എന്ന് അവൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം അവൻ്റെ സമൂഹ ബന്ധം വർദ്ധിക്കുന്നു. നേരെ സ്കൂളിലേക്ക് കൊച്ച് ഒരു കളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ടീച്ചർ പറയുകയാണ് എടാ നീയാണ് ലീഡർ, നീ ഇത് ഗൈഡ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അവിടെ എന്തായി? ഒരു ലീഡറായിട്ട് മാറി, അല്ലേ? അങ്ങനെ സമൂഹത്തിന് വേണ്ട കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില നിഷ്ഠകൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ചില നിയമങ്ങൾ ഒക്കെ അവനും ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നു, അല്ലേ? ക്രമേണ അവൻ പഠിച്ചു വരുന്നു. അങ്ങനെ അവനും സമൂഹത്തിൽ വളർന്നൊരു സമൂഹ ജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ഒരു വ്യക്തിയെ സമൂഹത്തിൽ എങ്ങനെ മറ്റൊരാൾ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ ഒരു വ്യക്തി വളർന്നു വരണം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വ്യക്തി എപ്രകാരമായിരിക്കണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാട് അവന് തന്നെ രൂപീകരിക്കാനായിട്ട് പറ്റുന്നു. ആ ഒരു പശ്ചാത്തലമാണ് ഇവിടെ നമുക്ക് സമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കത്തില്ല, അത് 100% ഉറപ്പാണ്. എന്നാൽ പോലും എന്ത് ചെയ്യണം? നമ്മൾ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ സമൂഹത്തിനോട് ഇണചേരുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുവാനായിട്ട്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഒരു പത്രവാർത്ത ശ്രദ്ധിക്കൂ. കളിക്കൂട്ടുകാർ മോഷ്ടാക്കളായി, ആസൂത്രണം സിനിമ കണ്ട്. ഇവിടെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ചെങ്ങന്നൂർ കളിക്കൂട്ടുകാരായവർ ഒന്നിച്ച് ആസൂത്രണം ചെയ്ത മോഷണം പോലീസിനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു.
16കാരായ ഇരുവരും ഒരുമിച്ച് മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് പോലീസ് പറയുന്നു. മൊബൈൽ, ബൈക്ക് എന്നിവ വാങ്ങാനുള്ള പണം ഉണ്ടാക്കാനാണ് മോഷണം നടത്തിയതെന്ന് അറിയുന്നു. പദ്ധതി ആസൂത്രണം ചെയ്യുന്ന ധാരാളം ഇംഗ്ലീഷ് സിനിമകൾ കണ്ടെന്നുവെന്ന് കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. കൂടുതൽ മോഷണ പ്രതികൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇവിടെ ഒരു കോട്ട് നമ്മളോട് പറയുന്നുണ്ട് അല്ലേ, സമൂഹത്തിനോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടുത്തെ തിന്മയും നന്മയും കാണും അല്ലേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് തിന്മയാണോ നന്മയാണോ ആദ്യം മനസ്സിലേക്ക് കയറുന്നത്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നാ? നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അല്ലേ, നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാ, അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലും പിള്ളേരെയെല്ലാം കാണുന്നവരാ. നമ്മളൊരു നല്ല കാര്യം പറയുന്നതാണോ ചീത്ത കാര്യം പറയുന്നതാണോ അവർ ആദ്യം കേട്ട് ഗ്രഹിച്ചെടുക്കുന്നത്? ഏത് കാര്യമാണ്? നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. സമൂഹത്തിൽ നടക്കുന്ന നന്മയാണോ തിന്മയാണോ കുട്ടികൾ ആദ്യം ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്? ഒബ്വിയസ്ലി തിന്മയാണ് അല്ലേ. ഇപ്പം നമ്മൾ പഠിക്കാനായിട്ടൊരു ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു പോയം നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കത്തില്ല. പക്ഷേ ഒരു പാരഡി പോയെന്ന് പറഞ്ഞ് പഠിക്കുക സെക്കൻഡ് വെച്ചാൽ നിങ്ങളത് പഠിച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ചീത്ത വാക്കുകൾ അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എടാ പോടാ ഇതുപോലെയുള്ള ചീത്ത വാക്കുകളുണ്ടല്ലോ, ഇത് കുട്ടികൾ വേറെ എന്നാ നല്ലത് പറഞ്ഞു കൊടുത്താൽ ഒരു പുതിയ വൊക്കാബുലറി പറഞ്ഞു കൊടുത്താൽ അവനത് പഠിക്കത്തില്ല. പക്ഷേ ഈ ഒരു വാക്ക് ഒരു വട്ടം കേട്ടാൽ മതി, അവനത് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് മുതിർന്നവരോട് നമ്മുടെ തലമൂത്ത അപ്പച്ചന്മാരൊക്കെ പറയുന്നത് പിള്ളേരുടെ മുന്നിൽ കിടന്ന് വഴക്കിടലെന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ പറയും പിള്ളേരുടെ മുന്നിൽ നമ്മൾ കിടന്ന് വഴക്കിടുന്ന പോലെ. ഇത് ഭാര്യ ഭർത്താക്കന്മാർ, ചേട്ടനും അനിയനും അതുപോലെയുള്ള കുടുംബത്തിൽ നടക്കുന്ന വഴക്കുകൾ നമ്മൾ പിള്ളേരുടെ മുമ്പിൽ വെച്ച് കൂടരുതെന്ന് പറയും. കാരണം അങ്ങനെ വഴക്കിടുമ്പോൾ പല അപസഭ്യമായ വാക്കുകൾ നമുക്ക് പറയേണ്ടി വരും. കുട്ടികൾ ഇത് നിരീക്ഷിച്ചിരിക്കുകയാണ്. കുട്ടികൾ നോക്കുമ്പോൾ എന്താണ്, ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇപ്പുറത്തെ ആൾ വളരെ ഡള്ളായെങ്കിൽ പിറ്റേ ദിവസം ഇത് കേട്ടിട്ട് ക്ലാസ്സിൽ പോയി ആ കൊച്ച് വേറൊരു കൊച്ചുമായിട്ട് അടി നടത്തുമ്പോൾ ഇവൻ അതേ വാക്ക് പ്രയോഗിക്കും. നമ്മുടെ എല്ലാം മുന്നിൽ കംപ്ലൈൻറ്റ് വരുന്നത് അല്ലേ, സാർ ഇവൻ എന്നെ അത് വിളിച്ചു ഇത് വിളിച്ചു അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു. ഇപ്പോൾ എല്ലാം പിന്നെ സൈനിൽ കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കുട്ടികൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഈ സമൂഹത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, സമൂഹത്തിൽ കുട്ടികളെ നമ്മൾ ഇറക്കി വിടുമ്പോൾ അവിടെ നന്മയും തിന്മയും ഉണ്ട്. അതിലെ നന്മകൾ തിരിച്ചറിഞ്ഞ് തിന്മയെ മാറിയെടുക്കുവാൻ അല്ലെങ്കിൽ തിന്മയെ നമ്മൾ മാറ്റുവാനായിട്ട് കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. അപ്പം ആ കാര്യം ഓർത്തിരിക്കണം. ഇവിടെ പറഞ്ഞ എന്താണ്, കുട്ടികൾ സിനിമകൾ കണ്ടു അല്ലേ. ഏത് സിനിമയാണ്? ഇംഗ്ലീഷ് സിനിമകൾ കണ്ട് കുട്ടികൾക്ക് അതെന്തായി, ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് എങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഈ രീതിയുടെയൊക്കെ മോഷണം നടത്തിയാൽ പോലീസും പിടിക്കത്തില്ല, പട്ടാളവും പിടിക്കത്തില്ല, എല്ലാം സേഫാണെന്നൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ വരും. സിനിമ എന്നതൊരു യാഥാർത്ഥ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല എന്നൊരു ബോധ്യം നമ്മളിൽ ആദ്യമേ ഉണ്ടായിരിക്കണം. നമ്മളത് കുട്ടികളിൽ ആദ്യം ഉണ്ടാക്കണം. കാരണം ഒരു വ്യക്തി എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ഒരു അനുഷ്ഠിച്ചാണ് നമ്മുടെ ഈ ഒരു സിനിമ മേടിപ്പ് എഴുതുകൊണ്ടിരിക്കുന്നത് അല്ലേ. മിക്ക സിനിമകളും യാഥാർത്ഥ്യത്തിലൂടെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാം ഇൻഡയറക്റ്റായിട്ട്. നമ്മളൊരു സിനിമ കാണുമ്പോൾ എന്താ, അതിലെ നായകൻ അല്ലെങ്കിൽ നായികയായി നമ്മൾ മാറുക ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കുട്ടികൾ ഇത് കണ്ടപ്പോൾ കുട്ടികൾ ഓർത്തു സ്വന്തമായിട്ട് ബൈക്കും കാറും അതുപോലെ തന്നെ പണം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിയ മാർഗമാണ് മോഷണം എന്ന് കുട്ടികൾക്ക് മനസ്സിലായി. അതിന് വേണ്ട വഴികൾക്ക് വേണ്ടി അവരെവിടെ അലഞ്ഞു കണ്ടോ, സിനിമയിലൂടെ അവരളഞ്ഞു. അങ്ങനെ അലഞ്ഞപ്പോൾ അവരിൽ എന്തായി, മാതൃക നൽകാൻ സിനിമകൾക്ക് പറ്റി അല്ലേ. ആ മാതൃകകളെ ശ്രദ്ധിക്കാനായിട്ട് ഇവർ പറ്റി. ആ ശ്രദ്ധിച്ചതിനെ അവരെന്ത് ചെയ്തു, അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അവിടെയാണ് തെറ്റുപറ്റിയത്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ്, നമ്മൾ സ്കൂളുകൾ ദിനാചരണം നടത്തുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ഇപ്പോൾ ശിശുദിനം, ഗാന്ധി ജയന്തി, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ദിനം, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നടത്തുന്നത് എന്തിനാണെന്നറിയാവോ? അവിടെയുള്ള മഹാന്മാരായ വ്യക്തികളുടെ ജീവിതപാത പിന്തുടരാനായിട്ടാണ്. ഒരു വട്ടം കേട്ടത് നമ്മുടെ ചോദിച്ച ചോദ്യമാണ്, അതായത് നമ്മൾ എന്തിനാണ് സ്കൂളുകളിൽ ദിനാചരണങ്ങൾ നടത്തുന്നത്? അതായത് മഹാന്മാരുടെ ജീവിത വഴികൾ പിന്തുടരുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ ഒരു ഷോർട്ട് ഫിലിമും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ അവർക്ക് വഴി തിരികെ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? അടിച്ചേൽപ്പിക്കാൻ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം. കാരണം കുട്ടികളൊരു കാര്യം കണ്ടാൽ അതിനെ ശ്രദ്ധിക്കും. അതാണ് ശരിയെന്ന് അവിടെ മനസ്സിലേക്ക് കയറിയാൽ അവർ അത് തന്നെ പിന്തുടരാൻ നോക്കും, അല്ലെങ്കിൽ അത് തന്നെ അവർ ജീവിതത്തിൽ പ്രാവർത്തിക്കാൻ നോക്കും. ചിലപ്പോൾ അതെന്തായിരിക്കും, തെറ്റായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ടോ. ഈ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയായി മാറിയത്? നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സമാന അനുഭവങ്ങൾ ക്ലാസ്സിൽ പങ്കുവെക്കുക.
എത്തിച്ചേർന്ന പൊതുധാരണ ക്ലാസ്സിൽ നോട്ട്ബുക്കിൽ കുറിക്കൂ. പൊതുധാരണയാണ് പറഞ്ഞത്, കുട്ടികൾ കാണുന്ന ഓരോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ ഉൾച്ചേർക്കുവാനായിട്ട് നോക്കും. ചിലപ്പോൾ ആ ഉൾച്ചേർക്കുന്നത് തെറ്റായ രീതിയിലൂടെയാകാം, അത് നമ്മൾ കണ്ടെത്തണം കേട്ടോ. അതിനെയാണ് ആൽബർട്ട് ബന്ദൂര തൻ്റെ സ്റ്റഡിയിലൂടെ തെളിയിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കൊരു ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആൽബർട്ട് ബന്ദൂരയുടെ പഠന സങ്കല്പത്തിൽ പറയുന്ന ചിന്ത അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്ന്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഈ സന്ദർഭത്തെ പ്രസക്തമായൊരു കാഴ്ചപ്പാടിലാണ് ആൽബർട്ട് ബന്ദൂര സാമൂഹിക പഠന സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെച്ചത്. എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. ആൽബർട്ട് ബന്ദൂര തൻ്റെ അഡോളസെൻസ് അഗ്രഷൻ, പേര് ഓർത്തിരിക്കണം, 1959, പിന്നെ സോഷ്യൽ ലേണിംഗ് അനാലിസിസ് 1973, സോഷ്യൽ ലേണിംഗ് തിയറി 1977 എന്നീ പുസ്തകങ്ങളിലൂടെയാണ് സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചത്. ആക്രമണ വാസന പോലെയുള്ള പല തെറ്റായ ശീലങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ്. ചോദിച്ച ചോദ്യമാണ്, കുട്ടികളിലുണ്ടാവുന്ന ആക്രമണ വാസനകൾ പോലെയുള്ള തെറ്റായ ശീലങ്ങൾ നമ്മുടെ സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും. ഈ രണ്ട് വാക്ക് ഓർത്തിരിക്കണം, നിരീക്ഷണം, അനുകരണം. നിരീക്ഷണം എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ, അനുകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതേപടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കും. ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ, രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ തുടങ്ങിയവ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്ന് ആൽബർട്ട് ബന്ദൂര ഒരു പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണം ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് അഥവാ ബോബോ പാവ പരീക്ഷണം എന്നറിയപ്പെടുന്നു. പരീക്ഷണം ചോദിച്ചതാണ്. ബന്ദൂരയുടെ പരീക്ഷണത്തിന് പറയുന്ന പേരെന്ത്? ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബോബോ പാവ പരീക്ഷണം എന്ന് പറയും. എന്തിനു വേണ്ടിയാണ്? തൻ്റെ നിരീക്ഷണ പഠനം അല്ലെങ്കിൽ തൻ്റെ നമ്മുടെ സാമൂഹിക പഠനം കണ്ടുപിടിക്കാനായിട്ടാണ് ആൽബർട്ട് ബന്ദൂര ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കിയത്. എന്താണ് ആ പരീക്ഷണം? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? വലിയൊരു പാവയെ പ്രസിദ്ധനായ ഒരു വീഡിയോ മോഡൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ ചിത്രം കുട്ടികളെ കാണിക്കുന്നു. പാവയെ ചവിട്ടി ഉരയ്ക്കുന്നു, വായയിൽ ഉയർത്തി എറിയുന്നു, തലയ്ക്കടിക്കുന്നു, മൂക്കിന് ശക്തിയായി തൊരിക്കുന്നു എന്നിങ്ങനെയെല്ലാം മർദ്ദനമുറകളാണ് മോഡൽ അവലംബിച്ചത്. വീഡിയോ ചിത്രം കാണിച്ചതിന് ശേഷം കുട്ടികളെ മനോഹരമായ കളിപ്പോട്ടുകൾ നിറച്ച ഒരു മുറിയിലിരുത്തുന്നു. കുട്ടികൾ കളിക്കോപ്പുകൾ കൈകളാൽ സാധിക്കാത്ത വിധത്തിലായിരുന്നു ക്രമീകരിച്ചിട്ടുള്ളത്. കളിക്കോപ്പുകൾ തൊടാൻ പോലും സാധിക്കാത്തതിനാൽ കുട്ടികൾ അങ്ങേയറ്റം നിരാശരാകുന്നു. കുട്ടികൾ കോപാലുകരാകുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രസ്തുത മുറിയിൽ നേരത്തെ കാണിച്ച വീഡിയോ ചിത്രത്തിലെ പോലെയുള്ള പാവകളാണുള്ളത്. 88% കുട്ടികളും വീഡിയോ ചിത്രത്തിൽ കണ്ടതുപോലെ പാവകളെ ക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിക്കുകയാണ് ചെയ്തത്. 8 മാസത്തിന് ശേഷം 40% കുട്ടികൾ അതേ ആക്രമണ സ്വഭാവം വീണ്ടും പ്രകടിപ്പിക്കുന്നതായി ബന്ദൂര കണ്ടെത്തി. ആക്രമണ പെരുമാറ്റ രീതികൾ രൂപപ്പെടുന്നത് എങ്ങനെ? ആക്രമണ സ്വഭാവത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഭാവിയിൽ അക്രമ സ്വഭാവ രീതിയിൽ തുടരുമോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്നീ കാര്യങ്ങളുടെ വിശദീകരണം ലഭിക്കാനാണ് ഈ പരീക്ഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. എന്താണ് ഇവിടെ പറഞ്ഞത്? വല്ലതും മനസ്സിലായോ? അതായത് ഇപ്പോൾ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ടോം ആൻഡ് ജെറി അല്ലേ? നമ്മൾ ടോം ആൻഡ് ജെറിയുടെ ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കി. ആനിമേഷൻ വീഡിയോ എങ്ങനെയാണ്? ടോം എന്ന് പറയുന്ന കഥാപാത്രം എന്ത് ചെയ്യുന്നു? ഒരു പാവ, ഒരു ടെഡി ബിയറിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇടിക്കുന്നു, മാന്തുന്നു, മൂക്കിനിട്ട് തൊഴിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള പഞ്ഞികളെല്ലാം പിച്ചി ചീന്തി പുറത്തെറിയുന്നു. ഇങ്ങനെ അതിനെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാവോ ആ രീതിയിലെല്ലാം ആ ഒരു പാവേനെ ഉപദ്രവിക്കുന്ന ഒരു 5 മിനിറ്റ് വീഡിയോ ആണ് കുട്ടികളെ കാണിച്ചത്. ശേഷം കുട്ടികളെ എന്ത് ചെയ്തു? മനോഹരമായ കളിക്കോപ്പുകളുള്ള ഒരു മുറിയിലേക്ക് ബന്ദൂര കടത്തിവിട്ടു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ആ കളിപ്പാട്ടങ്ങളൊന്നും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ കൈയെത്തുന്ന പൊക്കത്തിനേക്കാളും മുകളിലായിരുന്നു. ഇപ്പം 3 അടിയുള്ള ഒരു കൊച്ചിൻ്റെ കളിപ്പാട്ടം നമ്മൾ 6 അടി കൊണ്ട് കെട്ടി കഴിച്ചാൽ കുട്ടികൾ ചാടിയാലും എത്തിയാലും തോണ്ടിയാലും ഒന്നും അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ദേഷ്യം കുട്ടികളുടെ മനസ്സിലേക്ക് വരും അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലുള്ളൊരു പാവ നിറച്ച റൂമിലേക്ക് കുട്ടികളെ കടത്തിവിടുന്നു. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ആദ്യം കണ്ട വീഡിയോയും രണ്ടാമത് മുറിയിൽ കയറ്റി അവർക്ക് കളിക്കാൻ പറ്റാത്തതിൻ്റെ അമർഷവും മനസ്സിലുണ്ട്. ആ ഒരു അമർഷം വെച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും? കിട്ടിയ പാവയിനെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ മോഡൽ കാണിച്ച പോലെ, ടോം കാണിച്ചതുപോലെ എന്ത് ചെയ്യും? ഉപദ്രവിക്കാൻ തുടങ്ങും. ആ ടോം അവിടെ എന്തൊക്കെ കാണിച്ചു അതിലും
ക്രൂരമായി കുട്ടികൾ എന്ത് ചെയ്യാൻ നോക്കി? ആ ഒരു പാവയെ ഉപദ്രവിക്കാൻ നോക്കി. അതിന് കാരണം എന്താണ്? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ആ ഒരു രൂപത്തെ എന്ത് ചെയ്തുവോ അതേപടി ചെയ്യുവാനായിട്ട് കുട്ടികൾ പ്രാപ്തരായി, അല്ലെങ്കിൽ കുട്ടികളെ പ്രാപ്തരാക്കി. അതിൽ കണ്ടോ, 88% കുട്ടികളും വീഡിയോ കണ്ടതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് നോക്കി. വീണ്ടും 8 മാസം കഴിഞ്ഞിട്ട് ഈ പരീക്ഷണം ചെയ്തപ്പോൾ നോക്കി 40%, അതായത് 100-ൽ 40 കുട്ടികൾ വീണ്ടും ഇതേ ആക്രമണ സ്വഭാവം തുടരുവാൻ നോക്കി. കാരണം അവരുടെ മനസ്സിലത് കിടപ്പുണ്ട്, അതിനെ അവർ നിലനിർത്തി. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഒരു നിരീക്ഷണ പഠന സിദ്ധാന്തം എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം അവലംബിക്കുകയായിരുന്നു ഈ ബോബോ ഡോൾസ്കി. കാരണം കുട്ടികൾ കാണുന്ന, അല്ലെങ്കിൽ അവരെ മോഡലാക്കി വെക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുവോ അതേ രീതികൾ കുട്ടികൾ എന്ത് ചെയ്യാനായിട്ട് നോക്കും? തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നോക്കും. അതാണ് ഇവിടെ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് വഴി നമ്മുടെ ആൽബർട്ട് ബന്ദൂര കണ്ടുപിടിച്ചത്. ഇവിടെ പറയുന്നുണ്ടോ, ഇവിടെ കുട്ടികളിൽ നിരീക്ഷണ പഠനമാണ് നടക്കുന്നത്. നിരീക്ഷണ പഠനത്തെ അനുകരണം അല്ലെങ്കിൽ മാതൃകാനുകരണം എന്ന് വിളിക്കാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വ്യവഹാരങ്ങൾ അനുകരിക്കുന്നതിലൂടെയാണ് പഠനം നടക്കുന്നത്. എന്താണ് വ്യവഹാരം? ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം എന്ന് പറയും, അല്ലേ? അപ്പോൾ നോക്കിയേ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വ്യവഹാരങ്ങൾ അനുകരിക്കുന്നതിലൂടെയാണ് പഠനം നടക്കുന്നത്. നിരീക്ഷണവും അനുകരണവുമാണ് സൂക്ഷ്മമായ തലത്തിൽ സാമൂഹിക വികാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് ബന്ദൂര സിദ്ധാന്തിക്കുന്നുണ്ടോ? ആ വാക്ക് വീണ്ടും വന്നുണ്ടോ? ഏതാണ്? നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ് പഠനം നടക്കുന്നത്. ആ വാക്ക് നോക്കിയിരിക്കണം കേട്ടോ. അതുകൊണ്ട് ബന്ദൂരയുടെ സാമൂഹിക വികാസ സങ്കല്പത്തിന് നിരീക്ഷണ പഠന സിദ്ധാന്തം തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയാറുണ്ട്. ഈ നിരീക്ഷണ പ്രക്രിയയ്ക്ക് പഠിക്കേണ്ടതാണ് മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, അഭിപ്രേരണം അഥവാ പ്രബലനം എന്നിങ്ങനെ 5 ഘടകങ്ങളുണ്ട്. ഈ 5 ഘടകങ്ങളും മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ആൽബർട്ട് ബന്ദൂരയുടെ പഠന സങ്കല്പങ്ങളിൽ പെടുന്ന ശരിയായ ക്രമമേത്? ക്രമം ഇതാണ്: നിരീക്ഷണം, മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, അഭിപ്രേരണ. അതായത് മോഡലിംഗ്, അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ, പിന്നെ മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നിങ്ങനെ 5 രീതിയിലൂടെയാണ് കുട്ടികൾ ഒരു കാര്യത്തെ മാതൃകയാക്കുന്നത്. അതിലൊന്നാമത്തേത് മാതൃക നൽകൽ. നോക്കിയേ, അനുകരിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്ന ഒരു മാതൃക ആവശ്യമാണ്. സിനിമയിലും ടെലിവിഷനും ഇത്തരം മാതൃകകൾ നൽകുന്നുണ്ട്, ശരിയല്ലേ? നമ്മുടെ ഇപ്പം ഏത് അഡ്വർടൈസ്മെൻ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര, അതുപോലെ തന്നെ സായി പല്ലവി, ഇതുപോലെയുള്ള നടിമാരും നടന്മാരും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം റീച്ചായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ റീൽസിലൊക്കെ മികച്ചു നിൽക്കുന്ന ആൾക്കാരെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പുതിയ പുതിയ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ആഡ് കൊണ്ടുവരുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നമുക്കറിയാം, അല്ലേ? നമ്മുടെ ഇപ്പം കുക്കിംഗ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഓരോരോ ടെക്നോളജി ചാനലെല്ലാം അവർ ആഡ് കയറ്റി വിടുന്നുണ്ട്, അല്ലേ? കാരണം ആ ഒരു ചാനൽ ആൾക്കാർ കൂടുതലായി കാണുന്നുവെന്ന് ആര് മനസ്സിലാക്കുന്നു? നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ മനസ്സിലാക്കുന്നു. ഇവരെ പോലെ തന്നെ അനുകരിക്കാനായിട്ട് ഇവരെ കാണുന്ന വ്യക്തികൾ, കാരണം ഇത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ എന്നാണെങ്കിലും അവരുടെ പരിപാടികൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരെ കാണാതിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അതിനെ മാതൃകയാക്കാൻ ബാക്കിയുള്ള മനുഷ്യർ നോക്കും. അതൊരു 80% കറക്റ്റാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മോഡൽസിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. കണ്ടോ? അനുകരിക്കുന്നതിന്, സാമൂഹ്യത്തിൽ അനുവർത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു മാതൃക ആവശ്യമാണ്. ഈ മാതൃകയ്ക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളെല്ലാം നമ്മുടെ ഈ പറഞ്ഞ ആരെ തിരഞ്ഞെടുക്കുന്നത്? സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെയെല്ലാം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു 30 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ആഡ് കയറ്റി വിടുന്ന ഇഷ്ടം പോലെ റീൽസ് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഇൻസ്റ്റ, ഫേസ്ബുക്ക്, അതുപോലെ നമ്മുടെ യൂട്യൂബ്, ഇതുപോലെ എല്ലാം തുറന്നാൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ സാധിക്കും. തന്നെയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗൂഗിൾ മെയിലും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ലിങ്കാണ്, അല്ലേ? നമ്മളിപ്പോൾ മനസ്സിൽ ഒരു ചെറിയ കാര്യം നമ്മളിപ്പം ആലോചിച്ചു, ആലോചിച്ച കാര്യം നമുക്ക് തെരെ മെയിലായിട്ട് വരുന്നതും, അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ആമസോൺ നമ്മുടെ ഫ്ലിപ്കാർട്ട് തുറന്നാലും എല്ലാം നമുക്ക് റെക്കമെൻഡേഷനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെർച്ച് ഹിസ്റ്ററി, നമ്മുടെ ഡീറ്റെയിൽസ്, നമുക്ക് പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം അവർ റിസർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അതായത് നിങ്ങൾ എവിടെ തുറന്നാലും ആ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാണ്ട് കാണാം. അതിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയോ ചെയ്യുന്നത്. കാരണം അവിടെ ഒരു മോഡലിംഗ് നൽകി നമ്മുടെ ശ്രദ്ധ അതിലേക്ക് അവർ പിടിച്ചു പറ്റാൻ നോക്കും. അങ്ങനെ പിടിച്ചു പറ്റിയാൽ അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ടൊരു ഓട്ടോമാറ്റിക്കലോട് മനസ്സിലാവും. എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് നമ്മൾ വാങ്ങിക്കും.
മീഷോ ഇതുപോലുള്ള സൈറ്റിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആഡ് വരും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ 2 ദിവസം പുതിയൊരു ഫോൺ നിങ്ങളുടെ ആമസോണിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ സെർച്ച് ചെയ്യാനായിട്ട് നോക്കി, ന്യൂ ഫോൺ ലോഞ്ച് ഇൻ കേരള അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് തപ്പി നോക്കി, അതിലുള്ള ഫോണുകളുടെ പരസ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പിന്നെ ഒരു മാസ കാലയളവ് നിങ്ങൾ ഈ ഒരു ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും അനുഭവമുള്ള ഓർമ്മയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് നമ്മളിലേക്ക് അതിൻ്റെ ശ്രദ്ധ ആകർഷിച്ച് ഈ പറയുന്ന കമ്പനീസിനെല്ലാം ലാഭം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഇത് തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ അധ്യാപകരാകാം, വീട്ടിലുള്ള ആളാകാം, പുറത്തുള്ള ആളാകാം, അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാകാം, അവർ കാണപ്പെടുന്ന അല്ലെങ്കിൽ അവർ കൊച്ചുനാൾ തൊട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാകാം. അവരെന്ത് ചെയ്യുന്നോ അതേപടി തന്നെ ചെയ്യാനായിട്ട് കുട്ടികൾ നോക്കും. അവരാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ബാർബി ഡോള്, നമ്മുടെ എന്താ പറയുന്നത് ചോട്ടാബി, ടോം ആൻഡ് ജെറി, ഇവരുടെയൊക്കെ ബാഗുകളൊക്കെ അവൈലബിൾ അല്ലേ. ചെരുപ്പുകൾ, പേന, പെൻസിൽ, ഇതിലെല്ലാം അവരുടെ പടങ്ങൾ വെച്ചുകൊണ്ട്, കാരണം ആ ഒരു ക്യാരക്ടർ അവരുടെ മനസ്സിൽ അതുപോലെയുണ്ട്. അപ്പം അങ്ങനെ അതിലേക്ക് അവരെ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നോക്കുകയാണ്. രണ്ടാമത്തെയാണ് ശ്രദ്ധ. ഉണ്ടോ, നിരീക്ഷണ പഠനത്തിലെ അടുത്ത ഘട്ടം ശ്രദ്ധയാണ്. നിരീക്ഷണ വിധേയമാകുന്ന സംഭവം, പ്രതിഭാസം, ശ്രദ്ധാരൂപം നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് അനുകരണീയമാകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം ഒരു വട്ടം കണ്ടാലൊന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടണമെന്നില്ല. നേരെ മറിച്ച് ഒന്നിലധികം ആവർത്തി നമ്മൾ അനുകരിച്ച് അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ചാഞ്ചാടും. മാതൃകാ വ്യവഹാരങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതിരുന്നാൽ വേണ്ടത്ര പഠനം സാധ്യമാവുകയില്ല. പാവ പരീക്ഷണത്തിൽ മാതൃക അല്ലെങ്കിൽ അക്രമി ചെയ്യുന്നതും പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മാതൃകയുടെ വ്യവഹാരങ്ങൾ അതേപടി പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് സാധിക്കൂ. മാതൃകാ വ്യക്തിയുടെ പ്രധാന സവിശേഷതകളിൽ ശ്രദ്ധ ചെലുത്തിയാണ് ഇന്ദ്രിയ മുദ്രണം നടത്തുന്നത്. അത് ഈ പറഞ്ഞ എന്താ നമ്മൾ പറഞ്ഞില്ല, അതായത് 1 2 തവണ കണ്ടാൽ ഈ പറഞ്ഞ ശ്രദ്ധ നിലനിർത്താൻ അല്ലെങ്കിൽ പിടിച്ചു പറ്റിയെന്ന് വരില്ല. അത് പല ആവർത്തി നമ്മളെ കാണിച്ച് എന്ത് ചെയ്യണം, മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ശ്രദ്ധ നമ്മുടെ ഇന്ദ്രിയ മുദ്രണം നടത്തുക, അതായത് നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും എല്ലാം അതിലേക്ക് തന്നെ അടുക്കത്തുള്ളൂ. അടുത്താണ് നിലനിർത്തണം അല്ലേ. നമ്മൾ ആദ്യം ഒരു കാര്യം മാതൃക നൽകണം, അതിനെ ശ്രദ്ധിക്കാൻ നമ്മൾ അവസരം നൽകണം, ശേഷം അത് നമ്മുടെ മനസ്സിൽ നിലനിർത്തണം. നിങ്ങൾ വഴിക്കൂടി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, 2 സൈഡിൽ അല്ലേ, നിങ്ങളുടെ ഇടതും വലതും ഇഷ്ടം പോലെ പോസ്റ്ററും ഇഷ്ടം പോലെ സൈൻ ബോർഡും എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം ജ്വല്ലറിയുടെ പരസ്യമായിക്കോട്ടെ, ഏതെങ്കിലും കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ പരസ്യമായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ. അത് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു ഹെയർ ഓയിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സോപ്പ് ആണെങ്കിലും ഒരു ഷാമ്പൂ ആണെങ്കിലും അല്ലേ, ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് വഴി നമ്മുടെ മനസ്സിലേക്ക് നിലനിർത്താൻ നോക്കും. നിലനിർത്തുന്നതിനായിട്ടാണ് ഈ പല രീതിയിൽ ഉള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നത്. ഇവിടെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്, റെപ്പറ്റേഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് നിങ്ങൾ TV അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നാൽ സ്ഥിരമായിട്ട് ആടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഈ സ്ഥിരമായിട്ടുള്ള ആടുകൾ എന്തിനാണ് വരുന്നറിയോ, ഒരേ ആട് തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നതിനറിയോ, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പിടിച്ചു പറ്റാനാണ്. നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പിടിച്ചു പറ്റിയാൽ നമ്മളെന്താണ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അവരുടെ ഒരു പ്രോഡക്റ്റ് വിറ്റാൽ മതി, അവരെ സംബന്ധിച്ച് അത് ലാഭമാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം കുട്ടികളോട് പറയുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ ഒരു രീതിയിലേക്ക് നല്ല സ്വഭാവങ്ങൾ വളർത്താനായിട്ട് സ്ഥിരമായ ഒരു പഞ്ച്വാലിറ്റിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരാൻ സ്ഥിരമായിട്ട് നമ്മളത് നിലനിർത്താൻ നോക്കിയാൽ, അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മളത് എന്ത് ചെയ്യാനായിട്ട് നോക്കിയാൽ മതി, അവരുടെ മനസ്സിലേക്ക് നിലനിർത്താൻ നോക്കിയാൽ മതി. അങ്ങനെ നിലനിർത്തിയാൽ എന്ത് സംഭവിക്കും, കുട്ടികൾ അത് മനസ്സിൽ നിലനിർത്തും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്താണ് ചാലക പ്രകടനം. ഇങ്ങനെ മനസ്സിൽ നിലനിർത്തിയ കാര്യങ്ങളെ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യാനായിട്ട് നോക്കും, ചാലക പ്രകടനം വഴി എന്താണ് അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് നോക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, സാംശീകരിച്ച അനുഭവ ബിംബങ്ങൾ യഥാർത്ഥ പ്രകടനങ്ങളായോ വിവിധ രീതിയിലുള്ള മറ്റ് പ്രവർത്തനങ്ങളായോ മാറുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടോ, അനുകരണ മാതൃകയുടെ വ്യവഹാരങ്ങൾ അതേ രൂപത്തിൽ പുനഃപ്രകാശനം ചെയ്യാൻ നിരീക്ഷകന് സാധിക്കണം. ഉദാഹരണമായി, മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള ആഗ്രഹം മാതൃകയിലൂടെ സൃഷ്ടിക്കുകയും അത് ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അത് പ്രായോഗികമാക്കാൻ തുടർന്ന് വേണ്ടത് അതിനുവേണ്ട ചാലകശേഷി ആർജിക്കലാണ്. പാവപരീക്ഷണത്തിൽ പാവയെ ഇടിക്കുന്നതും തൊഴിക്കുന്നതിനുമുള്ള കായിക ശേഷികൾ കുട്ടികൾ ആർജിക്കുമ്പോഴാണ് നിരീക്ഷണ പഠനം പൂർണ്ണമാകുന്നത്. എന്താ ഇവിടെ പറയുന്നത്, അപ്പം നമ്മുടെ ഈ പറഞ്ഞ ശ്രദ്ധ നിലനിർത്തി നമ്മൾ മനസ്സിലേക്ക് കയറ്റി അതിനെ നിലനിർത്തി ചാലക പ്രകടനം വഴി, അതായത്
കൈയും കാലും മെയ്യും അനങ്ങിയുള്ള പരിപാടിയിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നോക്കണം. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന ചേഞ്ചസ് പൂർണ്ണമായി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ടോ, ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. സൈക്കിൾ ഓടിക്കുന്ന ഒരാളത് കണ്ടുപഠിച്ചു, പിന്നെ സൈക്കിളിൽ കയറി 2 വട്ടം വീണു, ശേഷം അതിൽ ഒരു കാല് കുത്തി കുത്തി ചവിട്ടി, അതിനുശേഷം 2 സ്റ്റെപ്പ് വന്നപ്പോൾ വീണ്ടും ഒന്ന് വീണു, മുട്ടൊക്കെ പൊട്ടി. അങ്ങനെ പഠിക്കുമ്പോൾ എന്താണ് അത് ദീർഘകാലം മനസ്സിൽ നിലനിൽക്കുന്ന ഒരു പ്രായോഗിക സ്കില്ലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കുട്ടികളിൽ നമ്മൾ മാറ്റുന്ന കാര്യങ്ങൾ ഒരു ചാലകശേഷി മുഖേന ചെയ്യാൻ പറ്റുന്ന രീതി ബന്ധുരയുടെ അഭിപ്രായത്തിൽ ഏതാണ്? അത് ചാലക പ്രകടനമാണ് കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ കൊണ്ടു നടത്തേണ്ട, അല്ലെങ്കിൽ ഇപ്പം ഡ്രൈവിങ്, ഇപ്പം വണ്ടി ഓടിക്കാൻ പഠിക്കുക, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുക, നീന്തൽ പഠിക്കുക, ഇതുപോലെയുള്ള സ്കിൽസ് ഉണ്ടല്ലോ, മരം കയറാൻ പഠിക്കുക, ഇതെല്ലാം സ്പെസിഫൈഡ് സ്കിൽസ്, അല്ലെങ്കിൽ അറിയാവുന്നവർ മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. ഇപ്പം നീന്താനും സൈക്കിൾ ഓടിക്കാനും വണ്ടി ഓടിക്കാനും കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും എല്ലാം ഒരു ബാലൻസിങ് വേണം. അപ്പോൾ ഇത് അറിയാവുന്നവർ മാത്രം ചെയ്തെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. അതെന്താണ്? ചാലക പ്രകടനം വരെ നമ്മൾ നിലനിർത്തണം. ശേഷം എന്ത് ചെയ്യണം? അഭിപ്രേരണ അല്ലെങ്കിൽ പ്രബലനം ചെയ്യണം. കണ്ടോ, പ്രശംസിക്കപ്പെടുകയോ സമ്മാനിതനാകുകയോ ചെയ്യുന്ന മാതൃകകളാണ് അനുകരിക്കപ്പെടുന്നത്. ടെലിവിഷനിലൂടെ വീക്ഷിക്കുന്ന പല രംഗങ്ങളും കുട്ടികളുടെ വ്യവഹാരങ്ങളെ പ്രബലനം ചെയ്യുന്ന ബന്ധുര അഭിപ്രായപ്പെടുന്നു. ഒരിക്കൽ ശ്രദ്ധിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചാലകശേഷികൾ സ്വായത്തമാക്കുന്നതിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകാ വ്യവഹാരങ്ങൾ മീഡിയയിലൂടെ ധനാത്മക പ്രബലനത്തിന് വിധേയമാകുന്നു. പാവപരീക്ഷണത്തിൽ അക്രമി തൻ്റെ പ്രവർത്തനത്തിലൂടെ നേട്ടങ്ങൾ നേടുന്നതായി നിരീക്ഷിക്കപ്പെടുന്ന കുട്ടി പിന്നീട് ഇതേ രീതി അനുകരിക്കുകയും വിജയം നേടാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രോത്സാഹനം, അംഗീകാരം, മറ്റ് സമ്മാനങ്ങൾ തുടങ്ങിയ അനുകൂലമായ പ്രോത്സാഹന സാഹചര്യങ്ങൾ പ്രത്യക്ഷ പഠനത്തിലൂടെ ത്വര വർദ്ധിപ്പിക്കുന്നു. അർത്ഥപൂർണമായ ഫീഡ്ബാക്ക് പോലെയുള്ള അനുകൂല പ്രവണങ്ങൾ കൂടുതൽ മെച്ചമായ പ്രകടനത്തിന് വേണ്ട ശരിയായ ശ്രദ്ധയ്ക്കും സ്മരണയ്ക്കും സഹായകരമാകും. എന്താ ഇവിടെ പറയുന്നത്? അതായത് ഈ ഒരു കാര്യം കുട്ടികൾ നേടണമെങ്കിൽ കുട്ടികൾക്ക് ചെറിയ 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 റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ആര് കൊണ്ടുവന്ന വാക്കാണ് റീഇൻഫോഴ്സ്മെൻറ്റ്? നമ്മുടെ തോണ്ടയ്ക്ക് അല്ലേ. തൊണ്ടയ്ക്ക് പറഞ്ഞില്ല. അതായത് കുട്ടികളിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ കുട്ടികൾക്ക് ചില പ്രബലനങ്ങളൊക്കെ കൊടുക്കണം. അതൊരു പക്ഷേ നമ്മൾ ക്ലാസ്സിൽ എണീപ്പിച്ച് മിടുക്കന അല്ലെങ്കിൽ മിടുക്കിയ എന്നൊന്ന് പറയുന്നതാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ മുട്ടായി കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ അസംബ്ലിക്ക് അവനെ ഒന്ന് പ്രശംസിക്കുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് കൊച്ചു നല്ലപോലെ പഠിക്കുന്നുണ്ട്, കൊച്ചിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മതിയാവും. ഇതൊക്കെ എന്താണ്? അവനെ സംബന്ധിച്ചൊരു വലിയ പ്രബലനമാണ്. ഇതുപോലെയുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രായം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ അതിലേക്ക് കൂടുതൽ ആഴപ്പെടുവാൻ നോക്കും. അങ്ങനെ ആഴപ്പെട്ടാൽ അത് അവരുടെ ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ വളർത്തിക്കൊണ്ട് വരുവാനും സമൂഹത്തിന് ഉണങ്ങുന്ന രീതിയിൽ വളർത്തുവാനും അവനെ കൊണ്ട് സാധ്യമാകും കേട്ടോ. കണ്ടോ, നിരീക്ഷണ പഠനം വ്യക്തിത്വ വികസനത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിരീക്ഷണത്തിലൂടെ പഠിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആക്രമണവാസന, ലൈംഗികോത്തേജന വ്യവഹാരങ്ങൾ, ആശ്രിതത്വം തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. സ്നേഹം നിറഞ്ഞവരും പ്രോത്സാഹകരമായ മുതിർന്ന മാതൃകാ വ്യക്തികൾ വേണ്ടത്ര പ്രോത്സാഹനം നൽകാതെ മാതൃകകൾക്കാൾ കൂടുതൽ അനുകരിക്കപ്പെടും. ഉയർന്ന നിലയിലുള്ള മാതൃകൾക്ക് താഴെത്തട്ടിലുള്ള മാതൃകയേക്കാൾ ഉയർന്ന നിലവാരത്തിൽ നിരീക്ഷണ പഠനത്തിന് പ്രേരിപ്പിക്കാൻ കഴിയും. അതുപോലെ കൂട്ടുകാർക്കും സ്ഥാപനങ്ങൾക്കും അനുകരണത്തിൽ ശക്തമായ പങ്കുണ്ട്. ബിംബ രൂപത്തിലോ ഭാഷാരൂപത്തിലോ മാതൃക വ്യവഹാരം ഉണ്ടാക്കുന്ന പരിചയം സജീവ സന്ദർഭങ്ങൾ വഴി ലഭ്യമാകുന്നത് തുല്യമായ ക്ഷമയോടെ അനുകരണ പഠനത്തിന് സഹായകമാകും. പഠിതാക്കളുടെ സമ്പൂർണ്ണ വ്യവഹാരം വാർത്തെടുക്കുന്നതിനുള്ള കാര്യക്ഷമ തന്ത്രമായി മാതൃകാരണത്തെ കണക്കാക്കാം. അതേസമയം തെറ്റായതും ഭാവനാസംബന്ധമായ മാതൃകകളുമായി താതാത്മ്യം പ്രകടിപ്പിക്കാൻ കുട്ടികളെയും യുവാക്കളെയും പ്രലോഭിപ്പിക്കുന്ന പരസ്യങ്ങളുടെയും മറ്റ് മാധ്യമങ്ങളോടുമുള്ള നിരന്തര സമസ്യത്തിൽ ഏർപ്പെടാൻ നാം നിർബന്ധിതരാകുന്നുമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ധർമ്മം അനുകരിക്കാൻ പറ്റിയ ഉദാത്ത മാതൃകകൾ തിരഞ്ഞെടുക്കാൻ പഠിതാക്കളെ സഹായിക്കുകയാണെന്ന് പറയാം. നമ്മൾ പറഞ്ഞില്ല, അതായത് സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുമ്പോൾ അവിടെ നന്മയും കാണും തിന്മയും കാണും. അതിലെ നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് സമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ പ്രാപ്തരാകുവാൻ കുട്ടികളെ സഹായിക്കുകയാണ് ഒരു അധ്യാപകൻ്റെ ധർമ്മം. അതാണ് ആൽബർട്ട് ബന്ദൂര തൻ്റെ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ സാമൂഹിക പഠന സിദ്ധാന്തത്തിലൂടെ മുൻപോട്ട് വെക്കുന്നത്. അതായത് സമൂഹത്തിൽ ഇറങ്ങിയാൽ നന്മയും തിന്മയും കാണാൻ പറ്റും. നന്മയെ നിരീക്ഷിച്ച് ജീവിതത്തിൽ ഒരു മൂല്യമായി കൊണ്ട് നടക്കുകയും തിന്മയെ മനസ്സിലാക്കി അതിനെ
ബെന്ദൂരിയുടെ അനുഭവ പഠന സങ്കല്പം. ഇത് ഓർത്തിരിക്കണം. സാമൂഹിക അനുഭവങ്ങൾ മെച്ചപ്പെട്ട പഠനാവസരങ്ങൾ ഒരുക്കുന്നു എന്നതാണ് അനുഭവ പഠന സങ്കല്പത്തിന്റെ അടിസ്ഥാനം. ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ പ്രവർത്തന തത്വങ്ങളും ഭാഗങ്ങളും മറ്റ് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന കുട്ടിക്ക് കേവലമായ അക്കാദമിക് അറിവ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആ കുട്ടി വീട്ടിലെ ഫാനിന്റെ ഇലക്ട്രിക് മോട്ടോർ തകരാറിലായാൽ അത് പരിഹരിക്കാൻ സാധിക്കാതെ വരുന്നു. അതേസമയം ഒരു ഇലക്ട്രിക് വർക്ക്ഷോപ്പിലെ ജീവനക്കാരൻ നിമിഷങ്ങൾക്കകം ഫാൻ ശരിയാക്കി തരും. അനുഭവത്തിലൂടെ ആർജിച്ച അറിവുകളും ശേഷികളും തീർച്ചയായും മെച്ചപ്പെട്ടതായിരിക്കും. കണ്ടോ, അനുഭവങ്ങളിലൂടെയും പഠിക്കണമെന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ ബെന്ദൂര പറയുന്നുണ്ട് കേട്ടോ. അതും ചോദിച്ചതാണ്. അതായത് ഇങ്ങനെയായിരുന്നു ചോദിച്ചത്, ബെന്ദൂരയുടെ അനുഭവ പഠന സങ്കല്പം പ്രകാരം ചെയ്തു പഠിച്ചാൽ എത്ര ശതമാനമാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് കടക്കുന്നത്? നമ്മൾ പല രീതിയിലൂടെ പഠിപ്പിക്കത്തില്ലേ? ചെയ്ത് പഠിപ്പിക്കും, വായിച്ചു പഠിപ്പിക്കും, പറഞ്ഞു പഠിപ്പിക്കും, എഴുതി പഠിപ്പിക്കും. ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നതിലൂടെ എത്ര ശതമാനമാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഓർത്തിരിക്കണം, 80% കേട്ടോ. 80% ബൈ ഡൂയിങ്. കുട്ടികൾ ആ ഒരു കാര്യം ചെയ്യുന്നത് വരെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇരുത്താൻ പറ്റുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അധ്യാപകരെ നമ്മളോട് പറയുന്നത്, നിങ്ങൾ മാക്സിമം ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടായിക്കൊണ്ട് ക്ലാസ്സിൽ പോകണമെന്ന്. ജസ്റ്റ് ലെക്ചർ ക്ലാസ്സുകൾ മാത്രമായാൽ അവർ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല, മനസ്സിൽ നിലനിർത്തിയെന്ന് വരില്ല, ചാലക പ്രകടനം വഴി അതിനെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയെന്നും വരില്ല. നേരെ മറിച്ച് അവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ, അവർക്ക് തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അനുഭവ പഠന സങ്കല്പം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി ഉണ്ടാക്കിയാൽ അത് കുട്ടികളുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കും. അത് ഗെയിംസിലൂടെ ആകാം, ചെറിയ ചെറിയ വർക്ക്ഷോപ്പിലൂടെ ആകാം, ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റിലൂടെ ആകാം, ഇങ്ങനെ എന്തിലൂടെയാകാം. അങ്ങനെ ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ക്ലാസ് മുറിയിൽ ഒഴുക്കണം. നിങ്ങൾക്കറിയാവോ, ചെയ്ത് പഠിക്കുന്ന രീതിയിലൂടെ കുട്ടികൾ 80% കാര്യങ്ങൾ ഒറ്റയടിക്ക് ഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇന്ന് ക്ലാസ്സിൽ നമുക്ക് ഇന്ന്, ഓണും, അറ്റും, അണ്ടറും, ഇൻ ഫ്രണ്ട് ഓഫും ഒക്കെ പഠിപ്പിക്കണം. അപ്പം നമ്മൾ പറയുകയാണ് കുട്ടികളോട്, ഇന്നെന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻസ് പഠിപ്പിക്കുന്നു ഓർത്തു. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ്, നമ്മൾ മുകളിലിരിക്കുന്നതിനല്ല ഇന്നെന്ന് പറയുന്നു, ഇല്ലേ? ഇപ്പം നമ്മൾ ഒരു സാധനത്തിന് അടിയിലാണെങ്കിൽ നമ്മൾ അണ്ടർ എന്ന് പറയുന്നു. ഒരു വസ്തുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നു. പുറകെ നിൽക്കുന്നതാണെങ്കിൽ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ബിഹൈൻഡ് ഓഫ് എന്ന് പറയും. ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ പറയണം, ഞാൻ ഇന്നെന്ന് പറയുമ്പോൾ എല്ലാവരും ബെഞ്ചിനെ വെളി ചാടിക്കയറണം, അണ്ടർ എന്ന് പറയുമ്പോൾ ബെഞ്ചിനടി എല്ലാവരും കുഞ്ഞിരിക്കണം. ഉണ്ടോ? ഇങ്ങനെ പറയുവാണെങ്കിൽ അവിടെ ഒരു ആക്ടിവിറ്റി ആയി, കുട്ടികൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ മേളിൽ ചാടിക്കയറാനും ഒരു ചാലക പ്രകടനം അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഇനിയും അണ്ടർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആ ബെഞ്ചിൻ്റെ അടിയിൽ കയറിയിരിക്കാനും, അതുപോലെ തന്നെ എബോവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് പോകുവാനും, ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ബെഞ്ചിൻ്റെ മുന്നിൽ വരാനും, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ബെഞ്ചിന് പുറകെ പോകാനും, നിയർ ബൈ എന്ന് പറഞ്ഞാൽ അതിനടുത്ത് നിൽക്കാനും ഒക്കെ കുട്ടികൾ പഠിക്കും, അല്ലേ? അപ്പോൾ വാക്കുകളും കുട്ടികളുടെ മനസ്സിലേക്ക് കയറും, അവർ ചെയ്യേണ്ട ആക്ടിവിറ്റിയും കുട്ടികളുടെ മനസ്സിലേക്ക് കയറും. കണ്ടോ, ഇങ്ങനെ ചെറിയൊരു ആക്ടിവിറ്റി ഇപ്പോൾ ഞാൻ ഓർത്തവൻ പറഞ്ഞത്. ഇങ്ങനെ പല രീതികളും നമുക്ക് ക്ലാസ്സിൽ അവലംബിക്കാം. അപ്പം അവലംബിക്കുന്ന രീതികളിൽ എന്ത് കൊണ്ടുവരാൻ നോക്കണം? ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കണം. അല്ലെങ്കിൽ കുട്ടികളുടെ അനുഭവിഷ്ടമായിട്ടുള്ളൊരു പഠനം കൊണ്ടുവരാനായിട്ട് നോക്കണം. അങ്ങനെ നോക്കിയാൽ കുട്ടികളിൽ 80% വർക്കൗട്ടോ ആ കാര്യം. നേരെ തിരിച്ച് നമ്മൾ ലെക്ചർ മെത്തേഡ് മാത്രം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 20% കയറത്തുള്ളൂ. അതിൽ ശ്രദ്ധിക്കുന്നവർ കാണും, ശ്രദ്ധിക്കാത്തവർ കാണും. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റി ആകുമ്പം കുട്ടികൾക്കെല്ലാം, അല്ലേ, ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു ആക്ടിവിറ്റി ലേണിംഗ് ബേസ്ഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരേണ്ടതാണ് നമ്മൾ അധ്യാപകരായി നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള ലേണിംഗ് മെത്തഡോളജിയൊക്കെ നമ്മൾ ക്ലാസ് മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവലംബിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ആ ഒരു രീതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അനുഭവത്തിലൂടെ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ നോക്കണം. ഇവിടെ പറയുന്നുണ്ടോ, ഒരു ക്ലാസ്സിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടി, ആ കുട്ടി നമ്മുടെ ഈ പറഞ്ഞ അക്കാദമിക മികവുള്ളൊരു കുട്ടി ഒരു മോട്ടോറിൻ്റെ അല്ലെങ്കിൽ DC മോട്ടോർ അല്ലെങ്കിൽ AC മോട്ടറിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ മൊത്തം പഠിച്ച് അതിലുള്ള ഷാഫ്റ്റും റിങ്സും അതുപോലെ തന്നെ മാഗ്നറ്റിക് പോൾസും സൗത്ത് നോർത്ത് കണക്ഷനും അതുപോലെ തന്നെ അതിനകത്തുള്ള വൈൻഡിങ്ങും എല്ലാം കുട്ടിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എത്ര എണ്ണം വേണമെന്ന് വരെ അറിയാം. പക്ഷേ അവൻ്റെ വീട്ടിലൊരു മോട്ടർ കേടായപ്പോൾ ആ ഒരു മോട്ടർ നന്നാക്കാൻ അവനെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. കാരണം അവനുള്ളത് ജസ്റ്റ് അക്കാഡമിക് അറിവാണ്, ജസ്റ്റ് അവൻ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ മോനെ സംബന്ധിച്ച് അവനെ ഡെയിലി കണ്ടുപഠിക്കുന്ന, ഇതിനൊരു കുഴപ്പം വന്നാൽ ഈ ഒരു മൂലക്കെട്ടൊരു തട്ട് കൊടുത്താൽ മതി, അത് നേരെയാവും, അല്ലേ? അല്ലെങ്കിൽ ഇത്ര കോയിൽ മാറിയാൽ അല്ലെങ്കിൽ ഈ രീതിയിൽ അതിനെ വൈൻഡ് ചെയ്തെടുത്താൽ വീണ്ടും അത് വർക്കാവുമെന്ന് ആ കൊച്ചിനറിയാം. അവന് അക്കാദമിക് അറിവല്ലുള്ളത്, പക്ഷേ മറിച്ച് എന്താണ്? പ്രായോഗികമായ അറിവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ആണുള്ളത്. അപ്പുറമുള്ളത് അക്കാഡമിക് നോളജ് ആണെങ്കിൽ ഇവിടെയുള്ളത് പ്രാക്ടിക്കൽ നോളജാണ്. ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഏതാണ്? പ്രാക്ടിക്കൽ നോളജാണ് കേട്ടോ.
ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കണം, കുട്ടികളെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ അനുഭവത്തിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ അത് അവരുടെ മനസ്സിൽ നിലനിൽക്കും. അങ്ങനെ നിലനിന്നാൽ നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഒരു കാര്യമാണ് നമ്മുടെ ആൽബർട്ട് ബന്ദൂര തൻ്റെ പഠന സിദ്ധാന്തത്തിലൂടെ പറഞ്ഞു വെച്ചത്. സോ ഓർത്തിരിക്കേണ്ട കാര്യം, ആൽബർട്ട് ബന്ദൂര അറിയപ്പെടുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം, അനുഭവശ പഠന സിദ്ധാന്തം, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക പഠന സിദ്ധാന്തം എന്നിവ മുൻപോട്ട് വെച്ച വ്യക്തിയാണ് കേട്ടോ. 3 കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നതാണ്: നിരീക്ഷണ പഠനം, സാമൂഹിക പഠനം, അതുപോലെ തന്നെ അനുകരണ പഠനം കേട്ടോ. 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഏതിലൂടെ കൊണ്ടുവന്നത്? തൻ്റെ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് വഴി കേട്ടോ. തൻ്റെ ബോബോ പാവ പരീക്ഷണം വഴിയാണ് ഈ ഒരു പഠന സിദ്ധാന്തം മുമ്പോട്ട് കൊണ്ടത്. അതിൽ 5 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. 1 മാതൃക നൽകൽ, 2 ശ്രദ്ധ, 3 നിലനിർത്തൽ, 4 ചാലക പ്രകടനം, 5 അഭിപ്രേരണ. ഇത് ഓർഡർ തെറ്റിച്ചും ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ ഓർഡർ അറിഞ്ഞിരിക്കണം. മാതൃക നൽകി, അതിനെ ശ്രദ്ധിക്കാൻ അവസരം നൽകി, അതിനെ മനസ്സിൽ നിലനിർത്തി, അതിനെ ചാലക പ്രകടനം വഴി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ചെറിയ അഭിപ്രായ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ജീവിതത്തിൽ എക്കാലവും അത് നിലനിൽക്കും. ഇതാണ് 5 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ശേഷം പറഞ്ഞു ഇദ്ദേഹം മുൻപോട്ട് കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് അനുഭവ പഠന സന്ദർഭം. അതായത് എന്ത് കാര്യം കുട്ടികളെ പഠിപ്പിച്ചാൽ നമ്മൾ എങ്ങനെ പഠിപ്പിക്കാൻ നോക്കണം? അനുഭവത്തിലൂടെ, ലേണിംഗ് ബൈ ഡൂയിങ്, അല്ലെങ്കിൽ ലേൺ ബൈ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയും കേട്ടോ. അങ്ങനെ പഠിപ്പിച്ചാൽ കുട്ടികളുടെ മനസ്സിലത് നിലനിൽക്കും. അതിനെ നമുക്ക് ജീവിതത്തിൽ വിജയം നേടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റുവാനായിട്ട് ശ്രമിക്കും. ഈ ഒരു കാര്യമാണ് നമ്മുടെ അനുഭവ പഠന സന്ദർഭം വഴി നമ്മുടെ ബന്ദൂര മുൻപോട്ട് വെക്കുന്നത്. ബന്ദൂരയുടെ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ പറയുന്ന 2-3 കാര്യങ്ങളോട് ഉണ്ടെന്ന് നോക്കിയാൽ എന്താണ്? ഈ വായനാ സാമഗ്രികളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഓർത്തിരിക്കേണ്ടോ? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. കുട്ടികൾക്ക് സ്വന്തം കാര്യം ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റുമായിട്ട് കുട്ടികൾ വരും, കുട്ടികൾ പറയുന്നതിനാ സാറേ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അവൾ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയി ബോഡി കുത്തി വരച്ചത്, അല്ലേ? അപ്പം മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നത് കുട്ടികൾ ആദ്യം മനസ്സിലാക്കും. മാതാപിതാക്കൾ കൂടുതൽ ശക്തരായ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കുന്നു. അതായത് മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഈ വഴക്കിടുമ്പോൾ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം കൂടുതൽ ശക്തരായ ആൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രയോഗിക്കുന്നോ, എന്ത് മാർഗമാണ്, എന്ത് റെസിപ്രോറ്റീവ് മെത്തേഡാണ് അവിടെ നോക്കുന്നതെന്ന് കുട്ടികൾ നോക്കിയിരിക്കും. ചിലപ്പോൾ പിടിച്ച് ഇടിക്കുമായിരിക്കാം, മാന്തുമായിരിക്കാം, ഞുള്ളുമായിരിക്കാം. കുട്ടികൾ വഴക്കിടുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ കുട്ടികൾ എന്ത് ചെയ്യാനായിട്ട് നോക്കും? അവരുടെ അതിൻ്റെ അത് കയറ്റാൻ നോക്കും. അങ്ങനെയാണ് ഈ പല പ്രശ്നങ്ങളും രൂപം കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊന്നും നമ്മൾ അനുവർത്തിക്കാതെ നോക്കുക. വിദ്യാഭ്യാസമല്ല നമ്മളല്ലേ. അപ്പം അതൊക്കെ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അനുകരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലൊക്കെ ചെന്നാൽ ഓർത്തിരിക്കണം, നമ്മൾ ഈ സ്കൂളിലൊക്കെ പ്രശ്നം ഉണ്ടാവും ഇല്ലേ, ടീച്ചേഴ്സ് തമ്മിലും, അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അല്ലേ. ഇതൊന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് ദയവ് ചെയ്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ നോക്കുക. സ്റ്റാഫ് മുറിയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ പോയി കഴിഞ്ഞുള്ള സമയമുണ്ട്, കുട്ടികൾ വരുന്നതിന് മുമ്പുള്ള സമയമുണ്ട്. ആ സമയത്ത് നമ്മളത് പ്രകടിപ്പിക്കാൻ നോക്കുക. അല്ലാതെ കുട്ടികളുടെ മുന്നിൽ നിന്നൊരു കാര്യം ചെയ്താൽ കുട്ടികളത് ക്യാച്ച് ചെയ്യും. പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ കുട്ടികളത് ആദ്യം ക്യാച്ച് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കൂ, ആദ്യം അവരത് പിടിച്ചെടുത്ത് അവർ വീട്ടിൽ ചെന്ന് പറയുകയും ചെയ്യും കേട്ടോ. അവർ ജീവിതത്തെ പ്രാവർത്തികമാകും. കാരണം വഴക്കിട്ടപ്പോൾ ടീച്ചർമാർ തമ്മിൽ അങ്ങനെ പറയാമെങ്കിൽ എനിക്ക് പറഞ്ഞാൽ എന്ത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. അവർ തമ്മിൽ ഉപയോഗിക്കുന്നില്ല, പിന്നെ എനിക്കും അത് ഉപയോഗിച്ചൂടെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ അവിടെ കൊണ്ട് തീരും കേട്ടോ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കുട്ടികളുടെ മുമ്പിലായിരിക്കുമ്പോൾ സന്തോഷമായിട്ടും അതുപോലെ തന്നെ നല്ല വാക്കുകൾ പറയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ നല്ല മാതൃകകളാക്കി, നമ്മളെ നല്ല മാതൃകകളാക്കി വളരാനായിട്ട് അവരെ പ്രാപ്തരാക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. വഴക്ക് പറയേണ്ടടുത്ത് പറയണം, ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കണം, അങ്ങനെയല്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നാൽ സമൂഹത്തിന് ഇണങ്ങുന്ന രീതിയിൽ, കണ്ടോ, സമൂഹത്തിന് ഇണങ്ങുന്ന രീതിയിൽ, ഇതിലാദ്യം പറഞ്ഞ പോലെ സമൂഹത്തിന് ഉണങ്ങുന്ന രീതിയിൽ നമുക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് അധ്യാപകരായ നമ്മൾ ഇതുവഴി ചെയ്യേണ്ടത്. ബന്ധുവരെയും പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾ അതിനെ ഓരോ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെ നമ്മൾ നല്ല മാതൃകകളാക്കി ജീവിതത്തിൽ പിന്തുടരാനായിട്ട് അവരെ പ്രാപ്തരാക്കിയാണ് അധ്യാപകരും മാതാപിതാക്കളും ചെയ്യേണ്ടത് കേട്ടോ. ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതാണ് ബന്ധുവരെ തൻ്റെ സാമൂഹ്യ പഠന സിദ്ധാന്തം, അല്ലെങ്കിൽ നിരീക്ഷണ പഠന സിദ്ധാന്തം, അല്ലെങ്കിൽ അനുകരണ പഠന സിദ്ധാന്തം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അനുഭവ പഠന സങ്കല്പം എന്ന ആശയത്തിലൂടെ മുൻപോട്ട് വെച്ചത് കേട്ടോ. ഇതാണ് ബന്ധുവരയുടെ ഒരു കാഴ്ചപ്പാട്. ബന്ധുവര ഇവിടെ മാത്രമേ ഇത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ നമ്മുടെ S2-നകത്ത് വരുന്നുണ്ട്.
നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് പോയത് കേട്ടോ. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. അടുത്ത വരുന്ന ആൾ എറിക്സൺ ആണ്. എറിക്സൻ്റെ മനോസാമൂഹിക വികാസഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ഒരു വലിയ തിയറിയാണ് ഇത്. ഇന്നെടുത്ത തീരത്തില്ല, ഇതൊരു വലിയ തിയറി. ഇന്ന് എപ്പോഴും ചോദ്യമുള്ളതാണ്. അതായത് ഓരോ വയസ്സിലും ഓരോ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവൻ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അങ്ങനെ ആഗ്രഹിക്കാൻ വരാതെ പറ്റിയാൽ അവൻ എങ്ങനെ തിരികെ മാറുന്നു എന്നാണ് എറിക്സൺ തൻ്റെ പഠനത്തിലൂടെ വെച്ചത്. അതായത് സമൂഹത്തിന് ഇണങ്ങുന്ന രീതിയിൽ വളരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ആഗ്രഹിക്കാൻ വരാതെ പറ്റിയാൽ അവനിൽ വേറെ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ച് പറ്റിയാണ് നമ്മുടെ എറിക് എച്ച് എറിക്സൺ. അപ്പോൾ ഓരോ പ്രായത്തിലെയും അദ്ദേഹം 3 വയസ്സ് വീതം അദ്ദേഹം എടുത്ത് എന്താണ് ഒരു സ്പെഷ്യൽ കാറ്റഗറി എടുത്ത് അവിടെ വരുന്ന മാറ്റങ്ങളും അവിടെ വരുന്ന ആ മാറ്റങ്ങൾ സംഭവിക്കാതിരുന്നാൽ വ്യക്തിയിൽ എന്ത് മാറ്റം വരുമെന്നാണ് നമ്മുടെ ആര് കണ്ടുപിടിച്ചത്, എറിക് എച്ച് എറിക്സൺ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എറിക് എച്ച് എറിക്സൻ്റെ മനോസാമൂഹിക വികാസഘട്ടത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അതൊരു 5-8 സ്റ്റെപ്പുണ്ട്, 8 സ്റ്റെപ്പോളം ഉണ്ട്. വാർദ്ധക്യം വരെ 8 സ്റ്റെപ്പല്ലേ, അതെ 8 സ്റ്റെപ്പാണ്. 8 സ്റ്റെപ്പാണ്. ആ 8 സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട സ്കൂൾ കാലഘട്ടം 2-3 ഉണ്ട്, അത് മാത്രം ഓർത്തിരുന്നത്. അതിന് മുന്നോട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അതിനെ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കും. ബാക്കിയുള്ള കാര്യത്തെ നമ്മൾ ജസ്റ്റ് ഒഴിച്ച് പോകത്തുള്ളൂ കേട്ടോ. എന്നപോലെ ഡീപ്പായിട്ട് പഠിക്കണം. ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനാണ് ഈ ഒരു കാര്യം പറയുന്നത്. ശേഷം വരുന്നത് ഹെയ്ൽസ് ഡിലമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് നമ്മുടെ ലോറൻസ് കോൾബർഗ് മുന്നോട്ട് വെച്ചതാണ്. അതായത് നമ്മളിൽ ചില സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള കാര്യത്തിൽ മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങളും അവിടെ വരുന്ന നൈതികമായിട്ടുള്ള മാറ്റങ്ങളുമാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അവിടെ കഴിഞ്ഞാൽ ഈ ഒരു പാഠം തീരും കേട്ടോ. ഇത്രയോടെ കഴിഞ്ഞാൽ ഈ ഒരു പാഠത്തിൻ്റെ എൻഡിങ് ആണ്. സൈക്കോളജിയുടെ S2 ഇവിടം കൊണ്ട് തീരും. വളർച്ചാ വികാസം എന്ന് പറഞ്ഞ കാര്യം ഇവിടം കൊണ്ട് തീരും. ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക്